ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് പോർച്ചുഗലിലെ ഫാറോ എന്ന സ്ഥലത്താണ്. സ്പെയിൻ പോർച്ചുഗൽ ബോർഡറിൽ നിന്നും ഏകദേശം 50 കിലോമീറ്ററാണ് ഫാറോയിലേക്ക്. ഈ കാണുന്നതാണ് ഇഗ്രേഷ ദോ കാർമോ, അതായത് ദ കാത്തലിക് ചർച്ച് ഓഫ് ദി തേർഡ് ഓർഡർ ഓഫ് അവർ ലേഡി ഓഫ് മോണ്ടെ ഡെ കാർമോ. ഇത് ഫാറോ പോർച്ചുഗലിലെ ഒരു പ്രധാന ആകർഷണമാണ്. ഈ പള്ളി ബാറോക്ക് ആർക്കിടെക്ചറിൽ ഉണ്ടാക്കിയതാണ്. വളരെ ആലങ്കാരികവും നാടകീയമായ ഈ ആർക്കിടെക്ചർ 17-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഇറ്റലിയിൽ ഉണ്ടായതാണ്. ഇത് ആദ്യമായി അവതരിപ്പിച്ച് കാത്തലിക് ചർച്ചാണ്, പ്രധാനമായും ജെസ്യൂട്ടുകൾ. ഇതിന് ഇരട്ട മണിമാളികകൾ ആണ് ഉള്ളത്. ഇത് രണ്ടാമത്തെ മണിമാളിക. പിന്നെ ഒരു ക്ലോക്ക് ടവറും ഉണ്ട്. ഈ പള്ളിയുടെ പ്രധാന ആകർഷണം ഭയാനകമായ കപ്പേള ദോസ് ഓസോസ് അല്ലെങ്കിൽ ബോൺ ചാപ്പൽ ആണ്. അസ്ഥിയും തലയൊട്ടിയും കൊണ്ട് ഉണ്ടാക്കിയ കപ്പേള. ഞങ്ങൾ ഇപ്പോൾ പ്രധാന പള്ളിയിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രവേശന കവാടത്തിൽ ടിക്കറ്റ് എടുക്കണം. 6 adults? 6 adults, Yeah. 3 kids. 3 kids, yeah. €2 per person. €2 per person for the adults. Okay, €2 per person. Okay. Okay. Students, someone students, the adults. Yeah, they're students, but 3 students, yeah. Students means kids, yeah. €9. €9 കൊടുക്കാൻ. എൻ്റെ പോർച്ചുഗീസ് ഭാഷയിലുള്ള പ്രാവീണ്യം നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. എൻ്റെ സുഹൃത്തിന് ഇരിക്കുന്നയാൾ പോർച്ചുഗീസിൽ പറഞ്ഞു കൊടുത്ത് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ മലയാളത്തിലേക്ക്. തമാശ പറഞ്ഞാണ് കേട്ടോ. അവിടെയും ഇവിടെയും ഓരോ വാക്കുകൾ അത് വെച്ച് കളിക്കുന്നത്. ടിക്കറ്റ് എടുത്തതിന് ശേഷം ഞങ്ങൾ പള്ളിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഇഗ്രേഷ ദോ കാർമോ പോർച്ചുഗലിലെ അൽഗാവ്രെ റീജിയനിലെ പ്രധാന ഹിസ്റ്റോറിക്കൽ മോണുമെൻ്റാണ്. ഇത് 1713 ബിഷപ്പ് അന്റോണിയോ പെരേര ഡ സിൽവ അടിത്തറയിട്ടതാണ്. ഫാദർ ഫ്രൈ മാനുവൽ ഡ കോൺസെക്കിയാവോ ആണ് ഇതിൻ്റെ ആദ്യ ഡിസൈൻ ഉണ്ടാക്കിയത്. 1747 ആണ് പുതിയ വലിയ പള്ളിയുടെ നിർമ്മാണം ആരംഭിക്കുന്നത്. പേരുകേട്ട കൽപ്പണിക്കാരൻ ഡിയാഗോ ടാവാറസ് ആയിരുന്നു അതിൻ്റെ ചുമതല. ഇതിൻ്റെ മുകളിലെ നില 1755 ആണ് നിർമ്മിച്ചത്. പടിഞ്ഞാറേ ഗോപുരം 1878 ആണ് പൂർത്തിയായത്. പടിഞ്ഞാറേ ഗോപുരത്തിലെ മണിമാളികയിൽ 9 മണികൾ ഉണ്ട്. അത് ഡിസൈൻ ചെയ്തത് ഗ്രിഗോറിയോ ഹൊസെ ഡ സിൽവ ആണ് 1876. ഇത് കണ്ടോ, ഈ പ്രധാന പള്ളിയുടെ ഉൾവശം എത്ര സുന്ദരമാണെന്ന്. അവിടെ ഒരു ബാൽക്കണി പോലെയുണ്ട്, പക്ഷേ അവിടെ കയറാൻ പറ്റിയല്ല, അത് ബാൽക്കണിയല്ല. പിന്നെ ആ ഭിത്തിയിൽ സൈഡിൽ കാണുന്ന ആ ചിത്രങ്ങൾ സ്റ്റേഷൻ ഓഫ് ദ ക്രോസിന് വേണ്ടിയിട്ടുള്ള സ്റ്റേഷനാണ്. ഇത് അതിൻ്റെ മുൻവശം. ഇതുകൊണ്ടോ സൈഡിലൊക്കെ എത്ര മനോഹരമായിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന്. നമുക്ക് ഇതിൻ്റെ മുൻവശം മദ്ബഹ ഒന്നുകൂടെ കാണാം. മുകളിൽ മുതൽ താഴെ വരെ എല്ലാം ഒരു സ്വർണ്ണ നിറത്തിൽ ആണ് പെയിൻ്റ് അടിച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, എത്ര നല്ല ആർക്കിടെക്ചറിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന്. അതാണ് അതിൻ്റെ മുൻവശം മുഴുവൻ. ഇത് അല്ല ബോൺ ചാപ്പൽ. ഈ പള്ളിക്ക് 4 ചാപ്പലുകളാണുള്ളത്. അതിൽ ഒന്നാണ് 1816 നിർമ്മിച്ച ബോൺ ചാപ്പൽ, കുരിശുപള്ളി. ഇത് കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ബോൺ ചാപ്പലിലേക്കാണ് പോകുന്നത്. ഇനി പ്രധാന പള്ളിയിൽ നിന്നും നമ്മൾ കപ്പേള ദോസ് ഓസോസിലേക്ക് പോവുകയാണ്. ദ ബോൺസ് ചാപ്പൽ ലാ കപ്പേള ദോസ് ഓസ്. അതായത് അവിടെ പോർച്ചുഗീസിലും ഇംഗ്ലീഷിലും സ്പാനിഷിലും എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഞങ്ങൾ അങ്ങോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വേറെ ഒരു ചാപ്പലുണ്ട്. ഇതിന് 4 ചാപ്പലുകളാണുള്ളത് എന്ന് പറഞ്ഞല്ലോ. അതിൽ മറ്റൊരു ചാപ്പലാണിത്. ഇനി ഇതിവിടുന്ന് ഈ ചാപ്പൽ നമുക്കൊന്ന് ഓടിച്ച് ഒന്ന് ചുറ്റിക്കാണാം. ഇനി ആ ചാപ്പലിൽ നിന്നും നമ്മൾ പുറത്തേക്ക് പോവുകയാണ്. പുറത്തേക്കുള്ള വഴി
ഇത് കപ്പേള ഓസോസിലേക്കുള്ള വഴി ഇതിലൂടെയാണ് പോകേണ്ടത്. ഇത് ഈ ഇടതുവശത്തോടെ ആൾ അവിടെ പോയിട്ട് നടന്നു വരുന്നതാണ്. ഇപ്പോൾ നമുക്കതിൻ്റെ ആ പ്രവേശന കവാടം കാണാം, ഈ കാണുന്നതാണ്. അപ്പം നമ്മൾ അതിൻ്റെ മുന്നിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കണ്ടോ, ഇത് അസ്ഥികൂടവും തലയോട്ടിയും ഉപയോഗിച്ചുണ്ടാക്കിയ കാത്തലിക് ചാപ്പൽ. ഇത് കണ്ടോ, ഇത് റിയൽ അസ്ഥികൂടവും തലയോട്ടിയുമാണ്. 1000-ൽ പരം കാർമലൈറ്റ് സന്യാസിമാരുടെ അല്ലെങ്കിൽ അച്ഛന്മാരുടെ എല്ലും തലയോട്ടിയും കൊണ്ടുണ്ടാക്കിയതാണ്. 1245ഓളം തലയോട്ടികൾ ഇതിനകത്തുണ്ട്. ബാക്കി എല്ലിൻ്റെ ഭാഗവും വെച്ച് ഉണ്ടാക്കിയതാണ്. ഇതൊരു കാഴ്ച തന്നെയാണ്. ഇവിടെ കുറേ ആൾക്കാരുടെ ശവകുടീരങ്ങളുണ്ട്. ഇവിടുത്തെ പഴയ അച്ഛന്മാരുടെയും ബിഷപ്പുമാരുടെയും ഒക്കെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാണ് അതിൻ്റെ മുൻവശം. ആ ചാപ്പലിൻ്റെ ഇത് കണ്ടോ, ഇതാണ് മുൻവശം. ഇത് മൊത്തം അസ്ഥികൂടവും തലയോട്ടിയാണ്. ഇതൊരു കാഴ്ച തന്നെയാണ് സുഹൃത്തുക്കളെ. അത്ഭുതം അല്ലെങ്കിൽ ഭയാനകം എന്ന് വേണമെങ്കിലും പറയാം. ഇങ്ങനെയൊരു നിർമ്മിതി ലോകത്തിലുണ്ട് എന്ന് നമ്മൾ ആദ്യമായിട്ട് അറിയുന്നത് പോർച്ചുഗലിൽ ചെന്നപ്പോഴാണ്. Yeah, it's a real skull. Yeah, yeah, real skull and bones of monks. Those are bones, these? Yeah, these are real bones. Oh my gosh. പക്ഷേ ഇങ്ങനെയും കപ്പേള ഉണ്ടാക്കാന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. These are real skulls and bones. Real. Yeah, you can touch it. അതേന്നേ ഇവിടെ ആ 18-ാം നൂറ്റാണ്ടിലുള്ള കുറേ ഈ മങ്കുകളില്ലേ, ഈ കാത്തലിക് മങ്കുകൾ, അവരുടെ തലയോട്ടിയും എല്ലായിടത്തും ഉണ്ടാക്കിയത്. ഈ സന്യാസിമാരെന്ന് പറയും, കാത്തലിക് മങ്സ് ഇല്ലേ. The roof. Was ich mit denen? Hat die hier cool oder was? Really? Oh. Hä? Aber die hier cool, die Köpfe. ഇത് ആക്ച്വൽ സ്കൾഡും ബോൺസും ആണ്. ഇതുണ്ടോ, ഇതെല്ലാം അല്ല ശരിക്കുള്ള തലയോട്ടിയുടെ ഭാഗങ്ങൾ പൊട്ടിപ്പോയ ഉള്ള ഭാഗമൊക്കെ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ബോൺ ചാപ്പൽ. അവർ